നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 4 ചൊവ്വാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. യൂറോപ്യൻ യൂണിയനുമായി സുരക്ഷാ പങ്കാളിത്തം വേണമെന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി KS സ്റ്റാർമർ. അതേസമയം പങ്കാളിത്തത്തിനും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിനുമായി യൂറോപ്പിനും US-നും ഇടയിൽ രണ്ടിലൊന്ന് എന്ന തരത്തിൽ തെരഞ്ഞെടുക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 വർഷം മുമ്പ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ബ്രിട്ടീഷ് നേതാവ് യൂറോപ്യൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നാറ്റോയെ ശക്തിപ്പെടുത്തുന്നതിന് UK യൂറോപ്യൻ യൂണിയൻ സുരക്ഷാ പങ്കാളിത്തം വേണമെന്ന് സ്റ്റാർമർ പറഞ്ഞു. സൈനിക സാങ്കേതികവിദ്യ ഗവേഷണവും വികസനവും, യൂറോപ്പിലുടനീളമുള്ള ശക്തികളുടെ മെച്ചപ്പെട്ട ചലനാത്മകത, നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം, ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വ്യാവസായിക സഹകരണം വർദ്ധിപ്പിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതോടൊപ്പം സബ്സീ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് മീറ്റിംഗിൽ ഉന്നയിച്ച സ്റ്റാർമർ ഭീഷണികൾക്കും അട്ടിമറിക്കുമെതിരെ യൂറോപ്യൻ യൂണിയൻ UK സഹകരണം ആവശ്യമാണെന്നും നേതാക്കളോട് പറഞ്ഞു. ഇത് റഷ്യൻ അല്ലെങ്കിൽ ചൈനീസ് സർക്കാർ സ്പോൺസർ ചെയ്ത അട്ടിമറി ആകുമെന്ന് അദ്ദേഹം സംശയമുയർത്തുകയും ചെയ്തു. വിള്ളലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 1,00,000-ലധികം സൈനിക ശരീര കവചങ്ങൾ പ്രതിരോധ മന്ത്രാലയം അടിയന്തരമായി തിരിച്ചുവിളിച്ചു. സൈനികർക്കുള്ള അടിസ്ഥാന സംരക്ഷണം സുരക്ഷിതമായി പുതുക്കുന്നതിൽ കൺസർവേറ്റീവുകൾ പരാജയപ്പെട്ടുവെന്ന ലേബർ പാർട്ടിയുടെ ആരോപണങ്ങൾക്കിടെ ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിക്കുന്ന 1,20,000 ബോഡി കവചങ്ങൾ മന്ത്രിമാർ അടിയന്തരമായി തിരിച്ചുവിളിച്ചു. സാമ്പത്തിക ബാധ്യത കാരണം വൈകിയ 2023 മാറ്റിയിടിയിരുന്ന മെച്ചപ്പെടുത്തിയ കോബാക് ബോഡി കവചത്തിൽ മൈക്രോസ്കോപ്പിക് വിള്ളലുകൾ പരിശോധനയിൽ കണ്ടെത്തി. നാവികസേനയിൽ ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്ന ലൈറ്റ് കവചം അടിയന്തരമായി മാറ്റിസ്ഥാപിക്കാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട് സായുധ സേനാ മന്ത്രി ലൂക്ക് പൊള്ളാർഡ് കഴിഞ്ഞ ആഴ്ച അവസാനം സേനാ മേധാവികൾക്ക് കത്തെഴുതിയിരുന്നു. ബുള്ളറ്റ് പ്രൂഫ് പ്ലേറ്റുകൾ ഉടൻ തിരിച്ചുവിളിക്കുവാൻ അദ്ദേഹം ഉത്തരവിടുകയായിരുന്നു. 2027 പൂർത്തിയാക്കേണ്ടിയിരുന്ന റീപ്ലേസ്മെന്റ് പ്രവർത്തനങ്ങൾ ഉടൻ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാർഷിക നികുതി റിട്ടേൺ സമർപ്പിക്കുവാനുള്ള അവസാന ദിനവും പിന്നിട്ടപ്പോൾ ഏകദേശം 1.1 ദശലക്ഷം പേർക്ക് അതിന് സാധിച്ചില്ലെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ടാക്സ് ഫയൽ ചെയ്യുന്നതിന് വ്യക്തമായ കാരണം ബോധിപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഇവർക്ക് £100 പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് HMRC അറിയിച്ചു. നിലവിൽ ഏകദേശം 11.5 ദശലക്ഷം ആളുകൾ സമയപരിധിക്കുള്ളിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവരും ഒന്നിലധികം വരുമാന സ്രോതസ്സുകളുള്ളവരുമായവർ എല്ലാ വർഷവും നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടവരിൽ ഉൾപ്പെടുന്നവരാണ്. അവസാന നിമിഷം നികുതി അടയ്ക്കാൻ ശ്രമിച്ച പലർക്കും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അതിന് സാധിച്ചില്ലെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നികുതി അടയ്ക്കാത്തവരാണെങ്കിൽ പോലും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. അല്ലാത്തവർക്കാണ് പ്രാരംഭ പിഴയായി £100 അടയ്ക്കേണ്ടതായി വരുന്നത്. 3 മാസത്തിനു ശേഷം വീണ്ടും തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ഒരു ദിവസം £10 എന്ന നിലയിൽ അധിക പിഴ അടയ്ക്കേണ്ടതായും വരും. ഓൺലൈൻ ഫാർമസികൾ അമിതവണ്ണത്തിനുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനെതിരെയുള്ള നിയമങ്ങൾ കർശനമാക്കി ബ്രിട്ടനിലെ ഫാർമസി റെഗുലേറ്റർ. ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന മരുന്നുകൾ വിൽക്കുന്നതിനുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഫാർമസി റെഗുലേറ്റർ ഉത്തരവിട്ടു. അമിതവണ്ണത്തിനുള്ള മരുന്നുകളുടെ ഓൺലൈൻ വിപണി UK-യിൽ കുതിച്ചുയർന്നു. അതിനാലാണ് മാർഗനിർദ്ദേശം അപ്ഡേറ്റ് ചെയ്യുവാനുള്ള നിർദ്ദേശം നൽകിയതെന്ന് ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ പറഞ്ഞു. UK-യിലെ സ്വകാര്യ മാർക്കറ്റ് വഴി 5 ലക്ഷം ആളുകൾ മരുന്നുകൾ കഴിക്കുന്നതായി കണക്കാക്കുന്നു. ഇത് സർക്കാർ നടത്തുന്ന ദേശീയ ആരോഗ്യ സേവനത്തിൽ മരുന്നുകൾ സ്വീകരിക്കുന്ന എണ്ണത്തേക്കാൾ വളരെ കൂടുതലാണ്. 2021 മുതൽ ശരീരഭാരം കുറയ്ക്കുവാനുള്ള മരുന്നുകളുടെ വിതരണത്തിൽ കുറഞ്ഞത് 1 ഡസൻ ഓൺലൈൻ ഫാർമസികൾക്കെതിരെ റെഗുലേറ്റർ എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗിൽ AI ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം ആരംഭിക്കുവാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടനിലെ NHS. 7 ലക്ഷത്തിലധികം മാമോഗ്രാം സ്കാനുകൾ പരിശോധിക്കുന്ന ഈ പഠനത്തിന് £11 മില്യൺ ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത്. രോഗനിർണയം വേഗത്തിലാക്കുവാനും റേഡിയോളജിസ്റ്റുകളെ സ്വതന്ത്രമാക്കുവാനും സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമോ എന്നറിയാൻ 5 വ്യത്യസ്ത AI പ്ലാറ്റ്ഫോമുകൾ ഏപ്രിൽ മുതൽ 30 സൈറ്റുകളിൽ പരീക്ഷിക്കും. AI സാങ്കേതിക വിദ്യയിലൂടെയും കൂടുതൽ കൃത്യതയോടെയും വേഗത്തിലും ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുമോ എന്നതാണ് പ്രധാനമായും നോക്കുന്നത്. ഈ പരീക്ഷണം അവസാനിക്കുവാൻ വർഷങ്ങൾ വേണമെന്നാണ് പ്രതീക്ഷ. ഫലം വിജയകരമായാൽ ബ്രസ്റ്റ് ക്യാൻസർ വേഗത്തിൽ കണ്ടെത്തുവാനും ചികിത്സ ആരംഭിക്കുവാനും ഇത് ഗണ്യമായി സഹായിക്കുമെന്നതാണ് NHS പ്രതീക്ഷിക്കുന്നത്.
ഷെഫീൽഡ് സ്കൂളിൽ 15 വയസ്സുകാരൻ കുത്തേറ്റു മരിച്ചു. ഹാർവി വിൽഗൂസ് എന്ന ആൺകുട്ടിയാണ് ഗ്രാൻഡ്വില്ലെ റോഡിലെ ഓൾ സെയിന്റ്സ് കാത്തലിക് ഹൈസ്കൂളിൽ വെച്ച് കുത്തേറ്റത്. അപകടത്തിന് പിന്നാലെ തന്നെ പോലീസിനെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും വിളിച്ചുവെങ്കിലും അല്പസമയത്തിനകം കൗമാരക്കാരൻ മരണപ്പെടുകയായിരുന്നു. കൊലപാതകമാണെന്ന് സംശയിക്കുന്ന സംഭവത്തിൽ 15-കാരനെ അറസ്റ്റ് ചെയ്തതായും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണെന്നും സൗത്ത് യോർക്ക്ഷയർ പോലീസ് അറിയിച്ചു. സ്കൂളിലും സമീപ പ്രദേശത്തും വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾ തമ്മിലുള്ള വാക്തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. കസ്റ്റഡിയിലുള്ള ആൺകുട്ടിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ലണ്ടൻ ടു കൊച്ചി വിമാന സേവനം നിർത്തുന്ന തീരുമാനത്തിനെതിരെ പ്രവാസി ലീഗൽ സെൽ എയർ ഇന്ത്യ സിഇഒയ്ക്കും വ്യോമയാന മന്ത്രാലയത്തിനും കത്തയച്ചു. മലയാളികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കാമായിരുന്ന സംവിധാനം ഇല്ലാതാകുന്നതോടെ യാത്രാ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രവാസി ലീഗൽ സെൽ ആഗോള പ്രസിഡന്റ് ജോസ് എബ്രഹാം, UK ചാപ്റ്റർ പ്രസിഡന്റ് സോണിയ സണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് അപേക്ഷ അയച്ചിട്ടുള്ളത്. പ്രവാസികളുടെ യാത്രാ സമയവും ചെലവും വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന അഭ്യർത്ഥന എയർ ഇന്ത്യ പരിഗണിക്കണമെന്നും സർക്കാർ തലത്തിലും ഇതിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രവാസി ലീഗൽ സെൽ UK ചാപ്റ്റർ അധ്യക്ഷ സോണിയ സണ്ണി പറഞ്ഞു. 2003 ഇത്തരത്തിൽ സർവീസ് നടത്തുവാനുള്ള ശ്രമം എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ജനപ്രതിനിധികളും പ്രവാസി സംഘടനകളും എതിർത്തതോടെ നിലപാടിൽ നിന്ന് കമ്പനി പിന്മാറുകയായിരുന്നു. ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നും പ്രതിവാരം 3 സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ മാർച്ച് 30 മുതൽ സർവീസ് അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രീമിയർ ലീഗിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഹാമിനെ 1-2 ഗോളുകൾക്ക് ചെൽസി പരാജയപ്പെടുത്തി. കളി തുടങ്ങി ഹാഫ് ടൈമിന് 3 മിനിറ്റ് മുമ്പ് ജെറോഡ് ബെർവിനിലൂടെ വെസ്റ്റ് ഹാം ഗോളടിച്ച് കളിയിൽ ലീഡ് ഉയർത്തി. എന്നാൽ 64-ാം മിനിറ്റിൽ പെഡ്രോ നെറ്റോയിലൂടെ ചെൽസി തിരിച്ചടിച്ചു. 74-ാം മിനിറ്റിൽ പാമർ നൽകിയ ക്രോസ് വെസ്റ്റ് ഹാം ഡിഫൻഡർ ആരോൺ വാൻ ബിസാക്ക സ്വന്തം വലയിലേക്ക് തിരിച്ചടിച്ചു. ഇതോടെ 1-2 ഗോളുകൾക്ക് ചെൽസി വിജയം കരസ്ഥമാക്കി. വിജയത്തോടെ ചെൽസി പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 24 മത്സരങ്ങളിൽ നിന്ന് 43 പോയിന്റാണ് ചെൽസിക്ക് ഇപ്പോൾ ഉള്ളത്. 5-ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയേക്കാൾ 2 പോയിന്റ് മുകളിലും 3-ാം സ്ഥാനത്തുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനേക്കാൾ 4 പോയിന്റ് പിന്നിലുമാണ് ഇപ്പോൾ ചെൽസി. ഇതോടെ 24-ാം റൗണ്ട് മത്സരം അവസാനിച്ചു. ഫെബ്രുവരി 15 വ്യാഴാഴ്ച ഗുഡിസൺ പാർക്കിൽ മാറ്റിവെച്ച ലിവർപൂൾ എവർട്ടൺ മത്സരം നടക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.